പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണല്ലോ അവരോരോരുത്തരും. അങ്ങ് അവരെ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്തിനാണോ അങ്ങയുടെ മക്കളെ ഞങ്ങളെ പരമേൽപ്പിച്ചത്, ആ വലിയ ദൗത്യം കർത്താവെ അങ്ങ് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളെയും അനുഗ്രഹിക്കണം. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിന്റെയും വലിയ മാതൃകയും സാന്നിധ്യവും മാധ്യസ്ഥവും ഇതിനായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയെ വളർത്തിയതുപോലെ ഞങ്ങളുടെ മക്കളെ വളർത്തുവാൻ വേണ്ട അഭിഷേകം മാതാപിതാക്കളായ ഞങ്ങൾക്ക്, അഭിഷിക്തരായ ഞങ്ങൾക്ക്, വിളിക്കപ്പെട്ട അമ്മമാരായ കന്യാസ്ത്രീമാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് അമ്മയെ നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല, നമ്മുടെ മക്കളുടെ ജീവിതാന്തസ് യാതൊരു തടസ്സവും കൂടാതെ പൂർത്തീകരിക്കപ്പെടാൻ, ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ള വലിയ അഭിഷേകത്തിനു വേണ്ടി, സ്വർഗത്തിന്റെ ഇടപെടലിനു വേണ്ടി നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ദൈവവിളിയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അന്തസ്സും, പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, ഏകസ്ഥ ജീവിതത്തിലേക്ക് കർത്താവാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത അന്തസ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം തരുന്ന പ്രചോദനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണം. ഇനി അതുപോലെ നമ്മൾ ജീവിക്കുകയും വേണം. അതുകൊണ്ട് നമ്മള് ഇന്ന് ദൈവവിളി എന്ന് പറയുമ്പോ ആളുകൾക്കൊരു ചിന്തയുണ്ട്, അത് അച്ഛനാവാനുള്ള വിളിയാണ്, അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകാനുള്ള വിളിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. പ്രിയപ്പെട്ടവരെ, ദൈവവിളി എന്ന് പറഞ്ഞാല് കുടുംബജീവിതത്തിലേക്കും ഏത് ജീവിതാന്തസ്സിലേക്കുമുള്ളത് ദൈവത്തിന്റെ വിളിയാണ്. അത് അങ്ങനെ തന്നെ എടുക്കും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എല്ലാവരും തന്നെ മക്കളെ ഇങ്ങനെ പഠിപ്പിച്ച് അവിടെ വിടണം, ഇവിടെ വിടണം, ആ ജോലി അത് പഠിപ്പിക്കണം. എന്നാല് നിങ്ങളുടെ മക്കള് വൈദ്യ വിദ്യാർത്ഥി ആവാനും സന്യാസി ആവാനും ഒക്കെ വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിടണം. ഇന്ന് പല മക്കൾക്കും അച്ഛന്മാരുടെ കയ്യിലിരിപ്പുകൊണ്ടും കന്യാസ്ത്രീമാരുടെ കയ്യിലിരിപ്പുകൊണ്ടും ദൈവവിളിക്ക് അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്കും സന്യാസിലേക്കും ഒക്കെ വിടാനായിട്ട് ഒത്തിരി മടിയുണ്ട്. അത് വലിയ സത്യമാണ്, അത് അച്ഛനില്ലെന്ന് പറയണമെന്നില്ല. എന്നാലും പ്രിയപ്പെട്ടവരെ, നല്ല വൈദികർ ഇത് വേണം, നല്ല സന്യസ്തർ വേണം. അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോഴെങ്കിലും ചില സന്യാസ സഭകളുടെയും ജീവിതവും അച്ഛന്മാരുടെ ജീവിതം കാണുമ്പോൾ അല്ലെങ്കിൽ വന്ന മക്കള് പഠിച്ച് അഭിഷേകത്തിൽ വളരേണ്ടതിന് പകരം ഇവിടെ വന്നിട്ട് നശിച്ചു പോണ കാണുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവവിളിക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ലോകാരൂപി അനേക മക്കള് കുടുംബജീവിതത്തിലേക്ക് പോലും പ്രവേശിക്കാതെ വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. വിവാഹം വേണ്ട, കുടുംബജീവിതം വേണ്ട. ഒരു കാര്യം ഓർത്തോ, ദൈവം ഒരു ജീവിതാന്തസ്സിലേക്ക് വിളിക്കുമ്പോ അതിന് ഈ പരിശുദ്ധ അമ്മയെ പോലെ, യോസേപ്പിതാവിനെ പോലെ, ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച് ആ ദൈവവിളിയെ സ്വീകരിക്കണം. അതുപോലെ ജീവിക്കണം. എന്ന് ജീവിക്കാത്തതിന്റെ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളുണ്ട്. ചിലപ്പോ ഞങ്ങള് ഈ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാനിടയ്ക്ക് പറയും, ദൈവമാ വിളിക്കണ്ടേ, ദൈവവിളി. ഇനി ദൈവം വിളിക്കണമെങ്കിൽ ദൈവം വിളിച്ച
ദൗത്യം പൂർത്തീകരിച്ചാലാണ് ദൈവം വിളിക്കത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ ദൈവവിളി ഉണ്ടാവത്തൊന്നുമില്ല. കുറെ പ്രൗഢ അടിച്ചോണ്ടോ, കുറെ കറങ്ങി നടന്നുകൊണ്ടോ, ഇടവക പോയതുകൊണ്ടോ, സ്കൂളിൽ പോയതുകൊണ്ടൊന്നും ദൈവവിളി ഉണ്ടാവണമെന്നില്ല. ദൈവവിളി ഉണ്ടാകണമെങ്കിൽ വിളിക്കപ്പെട്ടവര്, സന്യാസ സഭയില്, കുടുംബ ജീവിതത്തില് വിളിക്കപ്പെട്ട മക്കൾ അത് അന്തസ്സോടെ, വൃത്തിയോടെ, വെടുപ്പോടെ, വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവം വിളിക്കും. ഇന്ന് കുടുംബജീവിതത്തില് ഒത്തിരി അവിശ്വസ്തതകള്, അസ്വസ്ഥതകൾ ഏറുമ്പോ നമ്മുടെ മക്കൾക്ക് ഇത് കാണുമ്പോ എന്തിനാ കല്യാണം കഴിക്കണേ, എന്തിനാ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഈ ഒച്ചപ്പാടും ഈ ബഹളം അല്ലേ? അപ്പന്റെ അമ്മയുടെ ജീവിതം കണ്ടാൽ മതിയല്ലോ. അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതുപോലെ പൗരവത്തിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ലോകാരൂപി, മദ്യപാനം, കറങ്ങാൻ പോണു, പ്രാർത്ഥനയില്ല, വിശുദ്ധിയില്ല. അങ്ങനെ കാണുമ്പോ ചെറുപ്പക്കാരായ മക്കൾക്ക് അല്ലെ അച്ഛന്മാരുടെ മാതൃക, അച്ഛന്മാരുടെ കാഠായങ്ങള്, ബിഷപ്പ്മാരുടെ ജീവിതം, കന്യാസിമാരുടെ ജീവിതം, ഒരു സ്നേഹമില്ല, കരുണയില്ല. ചില കന്യാസിമാരെ കണ്ടാൽ മതി. അങ്ങനെ കാണുമ്പോ എന്തുണ്ടാവും? മക്കൾക്ക് കന്യാസ്ത്രീ ആവാനും അച്ഛനാകാനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും താല്പര്യമില്ലാണ്ട് വരും. മാത്രമല്ല, അങ്ങനെ ജീവിക്കുമ്പോ ദൈവം തന്റെ വിളി നിർത്തും. ദൈവവിളി നിർത്തുന്നു. അതോടൊന്ന് പല കന്യാസിമാർക്കും ദൈവവിളിയില്ല, അച്ഛന്മാർക്ക് ദൈവവിളിയില്ല. കുടുംബജീവിതത്തിലേക്ക് പോലും ഇന്ന് കല്യാണം വേണ്ട. എന്ത് പറ്റി മക്കളെ? അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ വക ഗതികെട്ട അവസ്ഥകൾ പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും ബിഷപ്പ്മാരുടെ ഇടയിലും അധികാര മേഖലയിലും കുടുംബജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന സത്യം അംഗീകരിച്ച് അതിനുവേണ്ടി കൂടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നല്ല ദൈവവിളികൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മക്കളൊക്കെ എന്തിലെങ്കിലും പോയാണ്ടില്ലോ, അതിനുവേണ്ടി ശക്തമായിട്ട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ മക്കളും അറിയണം, എനിക്കൊരു ജീവിതമുണ്ട്. ആ അച്ഛനെ പോലെയല്ല ഞാൻ ജീവിക്കണ്ടേ, ആ കന്യാസ്ത്രീയെ പോലെയല്ല, ആ ബിഷപ്പിനെ പോലെയല്ല, ഈ അപ്പനെ പോലെയല്ല, ഈ ഭർത്താവിനെ പോലെയല്ല, ഈ ഭാര്യയെ പോലെയല്ല. എനിക്ക് ജീവിക്കാൻ ജീവിതമുണ്ട്. അടിസ്ഥാനം എന്താ? ക്രിസ്തു ആകുന്ന അടിസ്ഥാനം, വചനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം. അതിനൊക്കെ ഭയങ്കരമായ വേറിട്ടൊരു ദൈവവിളിയും കാഴ്ചപ്പാടൊക്കെ ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടൊപ്പം തന്നെ ഇവിടെ മക്കളെ, അനേകം മക്കള് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ, വിവാഹം നടക്കാതെ വേദനിച്ച് കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷെ ജീവിത പങ്കാളി കിട്ടുന്നില്ല. അനേക യുവാക്കന്മാര്, അനേക മക്കള്, യുവതികള് ഉണ്ട് ഇതിനിടയിൽ. അത്രയും നാളായിട്ട് കല്യാണം ആലോചിക്കാൻ കഴിഞ്ഞ ഒരു പെൺകുട്ടി പറയാ, 42 വയസ്സായി. അച്ഛാ, 22ാമത്തെ വയസ്സിൽ കല്യാണം ആലോചിച്ചു തുടങ്ങിയതാ. ഇതുവരെയും കല്യാണമായിട്ടില്ല. തടസ്സങ്ങൾ തന്നെ തടസ്സങ്ങള്. അതുപോലെ ഈ ജീവിതാന്തസ്സിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന ഒത്തിരി മക്കളുണ്ട്. മക്കളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ കുറെ മക്കള് ഈ കുദാശ വിട്ട്, സഭ വിട്ട് അന്യമതസ്ഥരെ പിന്നാലെ പോകുന്ന കേസുകൾ ഇഷ്ടം പോലെ. ലവ് ജിഹാദിലും മറ്റ തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി ഉദാശയില്ല, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, തോന്നിമാതിരി ജീവിക്കുന്ന മക്കള്. ഇതൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ അന്തസ്സോടെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അത് കുടുംബജീവിതത്തിലേക്ക് ആകട്ടെ, പൗരോഹിത്യത്തിലേക്ക് ആകട്ടെ, സന്യാസ ജീവിതത്തിലേക്ക് ആകട്ടെ, പ്രവേശിക്കണം. മാത്രമല്ല, ഇതിൽ കുറെ കുത്തിത്തിരിപ്പുകളുണ്ട്, കുറെ വിഷങ്ങളുണ്ട്, ചില വിഷവിത്തുകളുണ്ട്. ഇവിടെ പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒത്തിരി വിഷവിത്തുകളുണ്ട്. ആ വിറ്റങ്ങൾ നോക്കി പഠിക്കാതെ നമ്മുടെ മക്കള് അന്തസ്സോടെ അച്ഛനാകാൻ, അന്തസ്സോടെ കന്യാസ്ത്രീയാകാൻ, അന്തസ്സോടെ കുടുംബജീവിതം ജീവിക്കാൻ, ഭർത്താവാകാൻ, ഭാര്യയാകാൻ, അപ്പനാകാൻ, അമ്മയാകാൻ, ഒരു ബിഷപ്പാകാൻ വിളിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക കാലഘട്ടം മക്കളെ. അതുപോലെ തന്നെ വേദനയോടെ പറയുന്നത്, ഇത്രയും അറിയാവുന്നതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞ ഒരു ദൈവവിളിയും ഒരു അഭിഷേകം നിറഞ്ഞ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളേക്ക് സമർപ്പിച്ച് നമ്മുടെ എല്ലാ മേഖലയും, പൗരോഹിത്യവും സന്യാസവും അഭിവന്യ പിതാക്കന്മാരും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ യുവമക്കളും ഭർത്താക്കന്മാരും ഭാര്യമാരും അപ്പന്മാരും അമ്മമാരും എല്ലാവരെയും സമർപ്പിച്ച് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇനി അങ്ങോട്ട് നല്ല ഒരു അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തില് നല്ല ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ, ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഒരു വലിയൊരു തലമുറ കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന തലമുറ വാർത്തെടുക്കപ്പെടണം. കാരണം ഒക്കെ ഒരു പരിവായി, ഒക്കെ ഒരു മാതിരിയായി. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കള് ആ കൺഫ്യൂഷനാ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ മാതൃക ദുർമാതൃകയായി പോയി പലതും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും സഭയിലും പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും അഭിവന്യ പിതാക്കന്മാരിലൊക്കെ ഒത്തിരി വരുത്തേണ്ടതുകൊണ്ട് നമുക്ക് സംഭവിക്കാൻ വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്
നമ്മുടെ മക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതാന്തസ്സം നൽകി അനുഗ്രഹിക്കട്ടെ. തടസ്സങ്ങൾ മാറ്റി വിവാഹ ജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രവേശിപ്പിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന, ഞങ്ങളോട് കരുണ കാണിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിക്കേണ്ട മക്കളാണ്. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ വിളിക്കുമ്പോൾ ആ ദൈവ വിളിക്ക് വിശ്വസ്തയോടെ പരിശുദ്ധമ്മയെ പോലെ, യൗസേപ്പ് പിതാവിനെ പോലെ പ്രത്യുത്തരം നൽകുവാൻ അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഏറ്റവും പ്രത്യേകമാവിധം കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ ജീവിതാന്തസ് അങ്ങ് തന്നെ അങ്ങ് മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഈശോയെ, അങ്ങ് വിളിക്കുന്ന വെളിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ട വലിയ കൃപയും വലിയ തീരുമാനവും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണമേ. പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് ഈശോയെ, അങ്ങ് വിളിക്കുന്ന മക്കൾക്ക് വേണ്ട വഴി അങ്ങ് തന്നെ തുറന്നു കൊടുക്കണമേ. ഈശോയെ, അനേക മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല. ഒത്തിരി തടസ്സങ്ങള്, വയസ്സേറെയായി പ്രായം കവിഞ്ഞു പോയിരിക്കുന്ന കർത്താവെ, എന്നിട്ട് വിവാഹം നടക്കാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതാന്തസ് സമയത്ത് നടക്കട്ടെ. വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹങ്ങൾ നടക്കട്ടെ. പൗരോഹിത്യം സ്വീകരിക്കേണ്ട സമയത്ത് പൗരോഹിത്യം സ്വീകരിക്കട്ടെ. സന്യാസ ജീവിതം സ്വീകരിക്കേണ്ട സമയത്ത് സന്യാസ ജീവിതം സ്വീകരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ വിളിക്ക് വിശ്വസ്തയോടെ പ്രത്യുത്തരിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. കർത്താവെ, ഒരു അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവെ, വിവാഹം ആലോചിച്ചിട്ട് വിവാഹം നടക്കാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, വർഷങ്ങളായി നാളുകളായി ജീവിത പങ്കാളിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് ഒരു ജീവിത പങ്കാളി ലഭിക്കാതെ പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ തടസ്സങ്ങളും അങ്ങ് മാറ്റണമേ. വിവാഹ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ അന്തസ് കർത്താവേ, അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ, ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, വിവാഹ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിച്ചിട്ട് ഇന്ന് അസ്വസ്ഥതയില് നിരാശപ്പെട്ട് ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന അനേക യുവ മക്കളുണ്ട്. കർത്താവേ, അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതാന്തസ്സിനെ അനുഗ്രഹിക്കണമേ. ജീവിതാന്തസ്സിന്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റണമേ. കർത്താവേ, ഇനി ജീവിക്കുന്നവരായ ജീവിതത്തിന്റെ മേഖലകൾ, പൗരോഹിത്യത്തിൽ ജീവിക്കുന്നവര്, സന്യാസിൽ ജീവിക്കുന്നവര്, പൗരോഹിത്യ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവര്, കുടുംബജീവിതം ജീവിക്കുന്നവര്, കുടുംബജീവിതത്തിൽ വിവാഹം എന്ന കൂതാശ ജീവിക്കുന്നവര്, നല്ല പോലെ ജീവിച്ച് നല്ല മാതൃക നൽകി കർത്താവേ, ദൈവവെളിയിലേക്ക്, അങ്ങയുടെ മഹോന്നതമായ ജീവിതാന്തസ്സിലേക്ക് അനേക മക്കള് ആകർഷിക്കപ്പെടട്ടെ. അനേക മക്കൾക്ക് വിവാഹം വേണ്ട, അനേക വൈദികർക്ക് അച്ഛനാകണ്ട എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ജീവിക്കുന്നു. ഒത്തിരി സമർപ്പിതരെ വിളിക്കപ്പെട്ടിട്ടും ആ ജീവിതം ജീവിക്കാതെ തോന്നി മാതിരി ജീവിക്കുന്നു. കർത്താവേ, ഈ മേഖലകളൊക്കെ കണ്ണീരോടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾക്ക് ഉചിതമായ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ കൃപ നൽകണം. അതിൽ അന്തസ്സായിട്ട് ജീവിക്കണം. അതിനുവേണ്ട അഭിഷേകം നൽകണമേ. ജീവിതം കണ്ട് അനേക മക്കള് വിവാഹ ജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. അങ്ങനെ ആകർഷിക്കപ്പെടത്തക്ക വിധം ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ, പൗരോഹിത്യ ജീവിതങ്ങൾ, സന്യാസ ജീവിതങ്ങൾ, ഏകസ്ഥ ജീവിതങ്ങൾ, കർത്താവേ, എല്ലാ ജീവിതാന്തസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലേക്ക് പ്രവേശിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ മാറ്റണമേ. കൃപ ചൊരിയണമേ. സമാധാനം നൽകണമേ. സ്നേഹം നൽകണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് അതിനായി ആ ജീവന്റെ സമൃദ്ധി എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. നമ്മുടെ മക്കൾ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം അച്ഛന് അറിയിക്കുകയാണ്. നാളെ മുതല് നമ്മൾ 9 ദിവസം വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് ഒരു നൊവേന നമ്മൾ ആരംഭിക്കണം. മോനിക്ക പുണ്യവതിയോടുള്ള നൊവേന പ്രാർത്ഥനയില്
ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ഉണ്ണീശോയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേക സാന്നിധ്യത്തില് മോണിക്ക പ്രാർത്ഥനയുടെ പുണ്യവതിയുടെ 9 ദിവസത്തെ നൊവേന നമ്മൾ നാളെ ആരംഭിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നൊവേനയില് എല്ലാ മക്കളും പങ്കുചേരുക. 9 ദിവസത്തെ മക്കൾക്ക് വേണ്ടി മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന നൊവേനയാണ് നാളെ ആരംഭിക്കുക. അത് എല്ലാവരും പങ്കുചേരുക. 9 ദിവസം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ നൊവേന പ്രാർത്ഥന ആയിരിക്കുന്നത്. അതിലേക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അനേക മക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ടും നാളെ ആരംഭിക്കുന്ന മോണിക്ക പുണ്യവതിയുടെ നൊവേന പ്രാർത്ഥനയോട് ചേർത്ത് നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും ഈ നൊവേനയിലൂടെ ഒത്തിരി ദൈവിക ഇടപെടല് മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥത്തില് നമ്മുടെ കുടുംബത്തിലും മക്കളിലുമൊക്കെ സംഭവിക്കാനൊക്കെ ഇടയാകട്ടെ. അതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മുതൽ നമ്മൾ 9 ദിവസത്തെ നൊവേന മോണിക്ക പുണ്യവതിയുടെ നൊവേന നമ്മൾ ആരംഭിക്കുകയാണ് ദിവ്യകാരുണ്യ സന്നിധിയിൽ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോണിക്ക പുണ്യവതിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചത്, മോണിക്ക പ്രയർ. നമ്മൾ 9 ദിവസം മക്കൾക്ക് വേണ്ടി മോണിക്ക പുണ്യവതിയുടെ നൊവേന ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും ഈ മോണിക്ക നൊവേനയെ പങ്കെടുക്കുക. അപ്പൊ ഇതെല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക. മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാവരിലേക്കും ഈ നൊവേന എത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ഓർക്കാണ്, നമ്മളൊരു 5000-6000 പേര് എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ട്. ഈ 6000 പേര് 1-2 പേർക്കൊന്ന് ഷെയർ കൊടുത്തു നോക്കി, ഒന്ന് പങ്കുവെച്ചു കൊടുത്തു നോക്കി. മക്കളോടത്ത് വേദനിക്കുന്ന ദൂരം പേരെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉള്ള, നമ്മുടെ ബന്ധത്തിലും കൂട്ടുകെട്ടിലൊക്കെ ഉള്ള, അവർക്ക് ഇതൊക്കെ പങ്കുവെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ അനേക ആയിരങ്ങൾ ഒരുമിച്ച് നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ. അതുകൊണ്ട് നാളെ മുതൽ ആരംഭിക്കുന്ന നൊവേന അനേക ആയിരങ്ങൾക്ക് എത്തിക്കണം. ഇന്ന് തന്നെ ഈ ചാനല്, ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, അവരെ പ്രേരിപ്പിക്കണം. അങ്ങനെ നൊവേന പങ്കെടുക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. വേറെ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ നിയോഗം നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം അച്ഛൻ പറഞ്ഞില്ല, ഈ ദിവസങ്ങളൊക്കെ എന്തുമാത്രം കാര്യങ്ങളെ കേൾക്കുന്ന, എന്തുമാത്രം കാര്യങ്ങളെ കാണുന്ന, എന്തോരം പേരെ വിളിക്കുന്ന അറിയോ. പ്രിയപ്പെട്ട മക്കളെ, തീഷ്ണമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നാളെ മുതലുള്ള 9 ദിവസത്തെ നൊവേന മുടങ്ങാതെ പങ്കെടുക്കാം. അങ്ങനെ കർത്താവിന്റെ ശക്തി വിശുദ്ധ മോണിക്ക പുണ്യവതിയിലൂടെ അഗസ്ത്യനിലേക്ക് പ്രവഹിച്ച പോലെ ഈ നൊവേനയിലൂടെ നമ്മിലൂടെ ഈ ശക്തി നമ്മുടെ മക്കളിലേക്കും പ്രവഹിക്കാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് നൊവേനയ്ക്ക് ഒരുങ്ങാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയോട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.